കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ട്രോളി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഏറെക്കാലമായി അടുത്തറിയുന്നയാളാണ് സുരേഷ് ഗോപി. പറയാനുള്ളതെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതുതായി പറയാനില്ല. എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരാളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഇനി പറയാനില്ല. ഇനി എല്ലാവരും അനുഭവിച്ചോട്ടെ. തെരഞ്ഞെടുപ്പ് വേളയിലെ എൻ്റെ പ്രസംഗം കേട്ട് അന്ന് പലരും വിളിച്ചു ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്ന് ഗണേഷ് കുമാർ ചോദിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമെന്ന് പറയുന്നവരോട്, സുരേഷ് ഗോപിക്കല്ല കുഴപ്പം, തെരഞ്ഞെടുത്ത തൃശൂർക്കാർക്കാണ്. കമ്മീഷണർ ഇറങ്ങിയ കാലത്ത് തന്നെ പലതും കാണിച്ചു നടന്നു. അക്കാലത്ത് കാറിൻ്റെ പുറകിൽ കുറേ കാലം SP-യുടെ IPS എന്നെഴുതിയ തൊപ്പിയുണ്ടായിരുന്നു. തമാശ പറഞ്ഞതല്ല, ആർക്കെങ്കിലും ഓർമ്മ കാണും. തിരുവനന്തപുരത്തുകാർക്ക് നന്നായി അറിയാം. തൃശൂർക്കാർക്ക് ദോഷം വരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആക്ഷനും റിയാക്ഷനും അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനൊന്നുമല്ലല്ലോ കട്ട് പറയാൻ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇനി ജനം പറഞ്ഞോളുമെന്നും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. PWD ഗസ്റ്റ് ഹൗസിൽ നിന്നും മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി പുറത്താക്കിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് അധികൃതരും പറഞ്ഞു. സുരേഷ് ഗോപി കടന്നുപോകുന്ന റിസപ്ഷൻ ഏരിയയിൽ നിന്ന് മാറണമെന്നാണ് നിർദ്ദേശം. ജബൽപൂരിൽ ക്രിസ്ത്യൻ പുരോഹിതരെ VHP പ്രവർത്തകർ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷുഭിതനായി സുരേഷ് ഗോപിയുടെ നടപടി വിവാദമായിരുന്നു. ജബൽപൂരിൽ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ ജബൽപൂർ വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു സുരേഷ് ഗോപി പ്രകോപിതനായത്. ഇത്തരം ചോദ്യങ്ങൾ വന്നേക്കാമെന്ന് ഭയന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതിരിക്കുന്നതെന്നാണ് പറയുന്നത്. ജബൽപൂർ വിഷയത്തിൽ തൽക്കാലം മറുപടി പറയാൻ സൗകര്യമില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതിന് താൻ അതേ നാണയത്തിൽ മറുപടി നൽകിയിട്ടുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനും പാലയൂർ പള്ളി പൊളിക്കാനും വരെ നീക്കമുണ്ടായില്ലേ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. വഖഫ് ബിൽ മുനമ്പത്തുകാർക്ക് ഗുണകരമാവുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുനമ്പത്ത് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ബിൽ JPC-യിൽ തന്നെ ഇല്ലാതാവുമെന്ന് പറഞ്ഞു നടന്നവരാണ് ഇപ്പോൾ അതിനെ എതിർത്ത് രംഗത്തെത്തിയിട്ടുള്ളതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. വഖഫ് കിരാത രൂപത്തിലേക്ക് മാറാതിരിക്കാനാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണൂ എന്നാണ് സുരേഷ് ഗോപിയുടെ അന്നത്തെ മറുപടി. ഈ പ്രതികരണത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് മറ്റു കക്ഷി നേതാക്കളിൽ നിന്നുണ്ടായത്. ഇതിനിടെ സുരേഷ് ഗോപി ഭരചന്ദ്രൻ IPS-ൽ ഇറങ്ങി വരുന്നില്ലെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ പേരുടെയും പ്രതികരണം.